കർണാടകയിലെ കാർവാർ തീരത്ത് INS കദംബ നാവിക താവളത്തിന് സമീപം ചൈനീസ് നിർമ്മിത GPS ട്രാക്കിംഗ് ഉപകരണം ഘടിപ്പിച്ച ഒരു ദേശാടന കടൽക്കാക്കയെ കണ്ടെത്തി. ഇത് പ്രദേശവാസികളിൽ കൗതുകവും ആശങ്കയുമാണ് ഉണർത്തിയിരിക്കുന്നത്. ഉത്തര കന്നഡ ജില്ലയിലെ തിമ്മക്ക ഗാർഡന് സമീപം പക്ഷിയുടെ പിന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന അസാധാരണമായ ഉപകരണം നാട്ടുകാർ കണ്ടെത്തി. വനം വകുപ്പിന്റെ മറൈൻ ഡിവിഷനെ അറിയിച്ചു. പ്രാഥമിക പരിശോധനയിൽ ചൈനീസ് അക്കാദമി ഓഫ് സയൻസിന് കീഴിലുള്ള റിസർച്ച് സെന്റർ ഫോർ ഇക്കോ എൻവയോൺമെന്റൽ സയൻസിൽ പെട്ടതാണ് GPS ട്രാക്കർ എന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. കടൽ കാക്കകൾ പോലുള്ള ദേശാടന പക്ഷികളുടെ ചലന രീതികൾ, ഭക്ഷണ സ്വഭാവം, ദേശാടന വഴികൾ എന്നിവ പഠിക്കാൻ ഗവേഷകർ സാധാരണയായി ഇത്തരം ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ടെന്ന് വനം ഉദ്യോഗസ്ഥർ പറഞ്ഞു. GPS ട്രാക്കറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും കാർവാറിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ദീപൻ എമ്മൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വനം വകുപ്പിന്റെ തീരദേശ മറൈൻ സെൽ പക്ഷിയെ കണ്ടെത്തി നിലവിൽ അന്വേഷണം നടത്തുകയാണ്. ഞങ്ങൾ അവരുമായി ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം ഇന്ത്യ ടുഡേയോട് വ്യക്തമാക്കിയതാണ്. GPS ഉപകരണത്തിൽ നിന്ന് ലഭിച്ച ഡേറ്റ പ്രകാരം കർണാടക തീരത്ത് എത്തുന്നതിന് മുൻപ് കടൽക്കാക്ക ആർട്ടിക് പ്രദേശങ്ങൾ ഉൾപ്പെടെ 10,000 കിലോമീറ്ററിലധികം പറന്നതായി ടോയ് റിപ്പോർട്ട് ചെയ്തു. പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം ഉപകരണം ഒരു ഗവേഷണ പദ്ധതിയുടെ ഭാഗമാകാമെന്നും ചാരവൃത്തി ശ്രമത്തിന്റെ ഉടനടി സൂചനകളൊന്നുമില്ലെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നിരുന്നാലും മറ്റ് സാധ്യതകൾ തള്ളിക്കളയുന്നതിനായി GPS ഉപകരണം സാങ്കേതിക പരിശോധനയ്ക്ക് അയക്കും. നിലവിൽ ഇത് ഒരു ദേശാടന പക്ഷി ഗവേഷണ പഠനത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഞങ്ങൾ കണ്ടെത്തലുകൾ സ്ഥിരീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതേസമയം പഠനത്തിന്റെ ഉത്ഭവം, സമയക്രമം, ഗവേഷണ വ്യാപ്തി എന്നിവയുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ചൈനീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷിയെ കണ്ടെത്തിയ സ്ഥലമാണ് ഒന്നിലധികം ഏജൻസികളിൽ നിന്ന് ഗണ്യമായ ശ്രദ്ധ നേടിയത്. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇൻസ്റ്റാളേഷനുകളിൽ ഒന്നാണ് INS കദംബ നാവിക താവളം. വിമാനവാഹിനി കപ്പലുകളും അന്തർവാഹിനികളും ഉൾപ്പെടെയുള്ള പ്രധാന യുദ്ധക്കപ്പലുകൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന വിപുലീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ കിഴക്കൻ അർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ നാവിക താവളമായിരിക്കും INS കദംബ. എന്നിരുന്നാലും ഈ മേഖലയിൽ ഇത്തരമൊരു സംഭവം ഇത് ആദ്യമായില്ല. 2024 നവംബറിൽ കാർവാറിലെ ബൈക്കോൾ തുറമുഖത്തിന് സമീപം ട്രാക്കിംഗ് ഉപകരണം ഘടിപ്പിച്ച ഒരു യുദ്ധ കഴുകനെ കണ്ടെത്തിയിരുന്നു. എന്നിരുന്നാലും സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയില്ല. കേസ് വന്യജീവി ഗവേഷണവുമായി ബന്ധപ്പെട്ടതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.